പരമ്പരകളിലൂടെ പ്രേക്ഷക മനസ്സുകളിൽ അഭിനയത്തിന്റെ പമ്പരം തിരിക്കുന്ന ആ കലാകാരി ആര്? കാണാം ഈ പ്രൊഫൈൽ. അറിവിൻ്റെയും ഓർമ്മശക്തിയുടെയും ഒക്കെ പരീക്ഷണശാലയായ അശ്വമേധത്തിലേക്ക് ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞാനും എത്തിയിരിക്കുകയാണ്. ഓർമ്മശക്തിയുടെയും അറിവിൻ്റെയൊക്കെ തമ്പുരാനായ പ്രദീപ് സാറിനോടൊപ്പം ഒന്ന് പോരാടി നോക്കാനാണ് തീരുമാനം. അതിനൊക്കെ ഉത്തരം പറയാൻ സാധിക്കുമോ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പേടി. അതിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാലും ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കണം. So that was Gayatri and welcome to the show. ഗായത്രി, കണ്ടതിൽ വളരെ സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ ഗായത്രിയിൽ നിന്ന് കേൾക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഉത്തരം കൺഗ്രാറ്റുലേഷൻസ്, you have won ₹2,500 from Mir Realtors. ചണ്ഡീഗഡ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാൻ സിറ്റി. അതിന്റെ ഡിസൈനർ ലേ കോർബസിയർ ആണ്. യു ക്യാൻ മൂവ് ടു ദ തേർഡ് ബൗൾ. യെസ്. സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ്. Your answer is perfectly correct. You have won ₹5,000 from Mir Realtors. Rousseau, Voltaire and Montesquieu were the triggering factors of the French Revolution. കേരളത്തിലെ പ്രേക്ഷകരുടെ വളരെ പ്രിയപ്പെട്ട ഒരു താരമാണ്. അവരുടെ ഗ്രഹ സദസ്സുകളുടെ പ്രിയങ്കരിയായ നായികയാണ്. ഗായത്രിക്ക് ഒരു കാര്യം അറിയാമോ? ഈ കലാലയ വർണ്ണങ്ങൾ എന്ന ആ പരിപാടി ആങ്കർ ചെയ്ത പലരും ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ അറിയപ്പെടുന്ന താരങ്ങളാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. സുഖമായിരിക്കും. പുരുഷൻ അല്ല, ഇന്ത്യൻ, യെസ്. മലയാളി, യെസ്. ജീവിച്ചിരിപ്പുണ്ട്, യെസ്. 50 വയസ്സായോ? നോ. ഇല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? യെസ്. രാഷ്ട്രീയം? നോ. സാഹിത്യം? യെസ്. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ, ഇളം പൂ കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. സംഭവങ്ങളുടെ രാജവീതിയിലൂടെ അശ്വം കുതിക്കാൻ തയ്യാറാണ്. അരുൺ രാജിന് ആശംസ. ഒരു നല്ല സംഭവമാണ്. നല്ല സംഭവം, ചീത്ത സംഭവം അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ, ബ്രോഡായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് ചിലർക്ക് നല്ലതും ചിലർക്ക് മോശമായതും. ഏഷ്യയിൽ നടന്ന സംഭവം അല്ല. 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 യൂറോപ്പിൽ നടന്ന സംഭവം അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഒന്നിൽ നടന്ന സംഭവം? അതെ. USA-യിൽ നടന്ന സംഭവം? അതെ. 1950 ശേഷം നടന്ന സംഭവം? അതെ. Mir Realtors നൽകുന്ന 1,00,000 രൂപയുടെ സമ്മാനം അരുൺ രാജിനെ തേടിയെത്തുന്നു. സന്തോഷം വന്നാൽ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരാകണം. അപ്പോഴാണ് യന്ത്രങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള വികാസം അല്ലെങ്കിൽ വ്യത്യസ്തത പൂർണ്ണമാകുന്നത്. അരുൺ രാജിനോട് അരുൺ രാജ് നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇരിക്കും. അരുൺ രാജ് നിങ്ങൾ 1,00,000 രൂപ കിട്ടി എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇരിക്കും. ഞാൻ പറയാം. അവരെല്ലാം കൈയടിക്കുന്നത് ഞാൻ പറഞ്ഞ് അംഗീകരിക്കുന്നത് കാരണം പറയാം. എനിക്ക് മുഴുവൻ സന്തോഷമാവണമെങ്കിൽ രാജസൂയത്തിന്റെ അവസാന റൗണ്ടിൽ ജയിക്കണം. മുഴുവൻ സന്തോഷമാവും. അല്ല, എന്നാലും ഓരോ ഘട്ടങ്ങളിലും, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും കിട്ടുന്ന സന്തോഷത്തിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യണ്ടേ? നമ്മൾ സന്തോഷം വരുമ്പോൾ സന്തോഷിക്കണ്ടേ? അരുൺ രാജ് ജയിച്ചു എന്ന് പറയുമ്പോഴേ അരുൺ രാജ് ശരി